സാങ്കേതിക വളർച്ചയുടെ നിരവധി വിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ 2025 കടന്നു പോകുന്നത്. എന്നാൽ ഇത്രയും നാൾ കണ്ടതൊന്നുമല്ല ഇനി കാണാൻ കിടക്കുന്നത്. തികച്ചും ത്രസിപ്പിക്കുന്ന വിപ്ലവങ്ങൾ തന്നെയാണ്. കൂടുതൽ കരുത്താർജിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്വാണ്ടം കമ്പ്യൂട്ടിംഗും ഒക്കെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തിനാണ് വരും വർഷം തയ്യാറെടുക്കുന്നത്. നമ്മൾ ഇന്നുവരെ പാലിച്ചു പോന്ന പല ശൈലികളും ഈ വർഷത്തോടുകൂടി പൊളിച്ചെഴുതപ്പെടുകയാണ്. ഊഹാപോഹങ്ങളും നിരീക്ഷണങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇനി മാറി മറിയും. നമ്മുടെ ചിന്തകൾ പോലും പരിവർത്തനത്തിന് വിധേയമാകും. അത്തരത്തിൽ സംഭവിച്ചേക്കാമെന്ന് കരുതുന്ന ചില സാങ്കേതിക മാറ്റങ്ങൾ ഇന്ന് ടെക് ടോക്കിലൂടെ പരിചയപ്പെടാം. നാളുകളായി കേട്ടു പരിചയമുള്ള ഒന്നാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാൽ എല്ലാവർക്കും ഒന്നും എന്താണ് AI എന്നോ AI കൊണ്ടുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും അറിയാൻ വഴിയില്ല. മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനുമൊക്കെ കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയും യന്ത്രങ്ങളെയും വികസിപ്പിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഈ AI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 71% തൊഴിലാളികളും ഈ നിർമ്മിത ബുദ്ധിയെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വ്യത്യസ്തമായ കഴിവുകൾ ആർജിച്ച് പുതിയ തൊഴിൽ നേടുന്നവർ 68% വരെയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇനി എല്ലാം ഭരിക്കാൻ പോകുന്നത് ഈ AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്നൊക്കെ നിരന്തരം കേൾക്കുന്ന കാര്യമാണെങ്കിൽ കൂടി ഇതേക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവർ ഇപ്പോഴുമുണ്ട്. AI എന്തോ മനസ്സിലാക്കാൻ പ്രയാസമുള്ള സാങ്കേതിക വിഷയമാണെന്ന് കരുതുന്നവരും കുറവല്ല. എളുപ്പത്തിൽ AIയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചെടുക്കുമെന്നതാണ് സത്യം. മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമെങ്കിൽ AIയിൽ അടിസ്ഥാന ധാരണയെങ്കിലും നേടുന്നതാണ് ബുദ്ധി. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തികം എന്നുവേണ്ട ഏത് മേഖല എടുത്തു നോക്കിയാലും അത്ഭുതകരമായ AIയുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലിടങ്ങളിൽ മാത്രമല്ല, നിത്യജീവിതത്തിലും AI അനിവാര്യ ഘടകമായി മാറിയിട്ടുണ്ട്. നിത്യജീവിതത്തിൽ AIയുടെ റോള് എന്താണ് എന്നുള്ള ഒരു കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. നമുക്ക് പ്രയോജനപ്പെടുത്താനാകുന്ന AI ടൂളുകൾ ഏതൊക്കെയാണ്? സ്വന്തം സംരംഭങ്ങളുടെ ഉയർച്ചയ്ക്ക് AI സാധ്യതകൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? ChatGPTയിൽ എങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയാലാണ് കൃത്യമായുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നത്? പുതുമയാർന്ന കണ്ടന്റുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നൊക്കെ തുടങ്ങി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട AI ഉപയോഗങ്ങൾ നിരവധിയാണ്. AI എന്ന് വിളിപ്പേരുള്ള ഈ ഒരു സാങ്കേതിക വിദ്യയെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോൺ, CCTV തുടങ്ങിയവയിലൂടെ നിർമ്മിത ബുദ്ധിയെ നമുക്ക് അടുത്തറിയാനും സാധിക്കും. പാട്ട് പാടാനും ചിത്രം വരയ്ക്കുവാനും ലേഖനം എഴുതാനുമെല്ലാം ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടുമ്പോൾ നാളെ ഇതിൻ്റെ സാധ്യതകൾ എന്തെന്ന ചർച്ച ലോകത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 1956 നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി ആരംഭിച്ച പഠനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ഏറ്റുപിടിക്കുന്നുണ്ട്. ചിന്തിക്കാനും പഠിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവാണ് മനുഷ്യരെ യന്ത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇത്തരം കഴിവുകൾ മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ പ്രാപ്തരായ യന്ത്രങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിൽ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലായിരിക്കും പ്രതിഫലിക്കുക എന്നത് ശാസ്ത്രലോകം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ പതിറ്റാണ്ടിൽ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റം സംഭവിച്ചത് AIയുടെ കാര്യത്തിലാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. AI സമഗ്ര മേഖലകളെയും പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AIക്ക് ശേഷം ടെക് ലോകത്ത് അടുത്ത വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ കാണും. എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഗൂഗിൾ CEO സുന്ദർ പിച്ചെ നൽകിയിട്ടുണ്ട്. സുന്ദർ പിച്ചെ പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് നോക്കാം. AIക്ക് ശേഷം ടെക് ലോകത്ത് അടുത്ത വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് മുന്നിൽ. ഇത്രനാൾ AI കൊണ്ടുള്ള കളികളായിരുന്നു. ഇനി ആ കളികളെല്ലാം മാറുകയാണ്. ഇനി വരുന്ന കാലം ഭരിക്കാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. പറയുന്നത്ര നിസാരനല്ല ഈ പുള്ളി. ആള് കുറച്ച് ടെററാണ്. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ്.
5 വർഷം മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണോ ലോകത്തെ മാറ്റിമറിച്ചു തുടങ്ങിയത്, അതേ പ്രതിഭാസം ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യത്തിലും സംഭവിക്കുമെന്നാണ് സുന്ദർ പിച്ചെ പറഞ്ഞത്. ക്വാണ്ടം മെക്കാനിക്സ് ആധാരമായ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ വെർണർ ഹൈസൻബർഗിന്റെ ഗവേഷണ ഫലങ്ങൾ പുറത്തുവന്നത് 1925 അതിനാലാണ് ഈ 2025 ശതാബ്ദി ആയിരുന്നത്. 1900 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം ഭൗതികത്തിന്റെ അടിസ്ഥാനമിട്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ, നീൽസ് ബോർ, ഇർവിൻ ഷ്വാഡ്രിംഗർ, പോൾ ഡിറാക്. ക്വാണ്ടം ഭൗതികത്തിലെ ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇങ്ങനെയാണ് നീളുന്നത്. ഭൗതിക ശാസ്ത്രജ്ഞത്തിലെ അത്ഭുത പ്രതിഭകളാണ് അവരെല്ലാം. ഇന്ന് എല്ലാ ശാസ്ത്രശാഖകളെയും സാങ്കേതിക വിദ്യകളെയും ക്വാണ്ടം മെക്കാനിക്സ് സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകം ഡിജിറ്റലെങ്കിൽ വരാനിരിക്കുന്നത് ക്വാണ്ടം ലോകമായിരിക്കും. അതിന്റെ തുടക്കമാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നാണ് സുന്ദർ പിച്ചെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 5 വർഷം മുമ്പ് AI എന്തായിരുന്നു, അതിനടുത്തെത്തി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണം എന്നാണ് സുന്ദർ പിച്ചെ പറഞ്ഞത്. അതിനാൽ അടുത്ത 5 വർഷത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ ആകാംക്ഷ നിർഭരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഗൂഗിൾ വലിയ നിക്ഷേപം നടത്തും. AI പോലുള്ള വലിയ തരംഗമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ പ്രതീക്ഷിക്കുന്നതെന്നും സുന്ദർ പിച്ചെ കൂട്ടിച്ചേർത്തു. ഒരു ടെക് അപ്ഗ്രേഡിനപ്പുറം മൗലികമായ മാറ്റത്തിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വഴിവെക്കുക എന്നാണ് സുന്ദർ പിച്ചെയുടെ നിരീക്ഷണം. ക്വാണ്ടം ഗവേഷണ രംഗത്ത് ഗൂഗിൾ മുന്നിലുണ്ടാകുമെന്നും പിച്ചെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള പിച്ചെയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. 2020 AI-യെക്കുറിച്ച് ആദ്യമുണ്ടായ സൂചനകൾ പലരും പുച്ഛിച്ചു തള്ളിയെങ്കിലും പിന്നീട് അതിന്റെ തരംഗമാണ് ലോകം കണ്ടത്. സമാനമായി 2020 AI-യുടെ അവസ്ഥയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എത്തിയിട്ടുണ്ടെങ്കിൽ സമാനമായ ഒരു തരംഗം ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യത്തിലും പ്രതീക്ഷിക്കാമെന്നായിരുന്നു എക്സിൽ ഒരാളുടെ പ്രതികരണം. 2020 AI സോഫ്റ്റ്വെയറുകളുടെയും 2030 AI റോബോട്ടുകളുടെയും 2040 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെയും കാലമായിരിക്കും എന്നാണ് മറ്റൊരാൾ എഴുതിയത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയുടെ ഭാവിയാണെന്നതിൽ ഒരു സംശയവുമില്ല. സൈബർ സുരക്ഷാ മേഖലയിലെ പരിണാമത്തിന് അടിയന്തര ശ്രദ്ധയും ആവശ്യമാണ്. ക്വാണ്ടം, ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് എന്നിവ സംയോജിപ്പിച്ച ക്വാണ്ടം ഹൈബ്രിഡ് പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവയുടെ ശക്തികൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പുതിയ എൻക്രിപ്ഷൻ അൽഗോരിതങ്ങൾ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ക്വാണ്ടം ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ്. വിട്ടുവീഴ്ച ചെയ്യാത്ത എൻക്രിപ്ഷന്റെ പ്രഭാവം ലഘൂകരിക്കുന്നതിന് ആക്സസ് നിയന്ത്രണത്തിനും തുടർച്ചയായ ഐഡന്റിറ്റി പരിശോധനയ്ക്കുമായി സീറോ ട്രസ്റ്റ് സുരക്ഷാ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഭാവി തീർച്ചയായും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൂടെ തന്നെ ആയിരിക്കും. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് മാത്രം ചെയ്യാനാകുന്ന ജോലികൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനാകുമെന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത. ക്വാണ്ടം കമ്പ്യൂട്ടറുമായുള്ള ഈ ഒരു പരിശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് നടത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്കുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് യാഥാർത്ഥ്യമാകുമെന്നും അതിനായി ഇനി ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടതില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഫെബ്രുവരിയിലാണ് മൈക്രോസോഫ്റ്റ് പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് അവതരിപ്പിക്കുന്നത്. മയോറോന 1 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനായുള്ള ഈ പരിശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് മൈക്രോസോഫ്റ്റ് നടത്തിയത്. മയോറാന 1 എന്ന ആദ്യ ക്വാണ്ടം ചിപ്പ്, അതാണ് മൈക്രോസോഫ്റ്റിന്റെ പ്രഖ്യാപനം. ടോപ്പോ കണ്ടക്ടർ എന്ന പുതിയ പദാർത്ഥത്തിന്റെ സഹായത്തോടെയാണ് ഇതിന്റെ പ്രവർത്തനം. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനമായിട്ടുള്ള ക്യൂബിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നൂതനമായ ഒരു പദാർത്ഥമാണിതെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു. ടോപ്പോളജിക്കൽ സൂപ്പർ കണ്ടക്ടർ എന്നും ടോപ്പോ കണ്ടക്ടർ എന്നും ഇതിനെ വിളിക്കാം. സെമി കണ്ടക്ടറുകളുടെ കണ്ടെത്തൽ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളും യാഥാർത്ഥ്യമാക്കിയതുപോലെ തന്നെ ടോപ്പോ കണ്ടക്ടറുകളും അവയിലൂടെ സാധ്യമാകുന്ന പുതിയ തരം ചിപ്പും
സങ്കീർണമായ വ്യാവസായിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ക്വാണ്ടം സിസ്റ്റങ്ങളുടെ വികാസത്തിന് വഴിപാകുമെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട്. ഈ പുതിയ നിർമ്മാണ രീതിയിലൂടെ ഒരാളുടെ കയ്യിൽ ഒതുങ്ങുന്ന ചിപ്പിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള വഴി തുറന്നുവെന്നാണ് മൈക്രോസോഫ്റ്റ് പറഞ്ഞത്. ദശലക്ഷം ക്യൂബിറ്റുകളുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് നിലവിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലും ചെയ്യാൻ കഴിയില്ല എന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾക്ക് പുറമെ നാലാമതൊരവസ്ഥ, ആ ഒരു പദാർത്ഥമാണ് ടോപ്പോ കണ്ടക്ടർ എന്നാണ് മൈക്രോസോഫ്റ്റ് നൽകുന്ന വിശദീകരണം. 1937 ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായ എറ്റോറെ മയോറാന പ്രവചിച്ച മയോറാന ഫെർമിയൻ എന്ന സൈദ്ധാന്തിക കണികയിൽ നിന്നാണ് ഇത്തരമൊരു ആശയം ഉടലെടുക്കുന്നത്. ചിപ്പിന് ആ പേര് നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. ഈ പദാർത്ഥത്തിന്റെ സഹായത്തോടെ കൂടുതൽ സ്ഥിരതയുള്ളതും വേഗമുള്ളതും ചെറുതും ഡിജിറ്റലി നിയന്ത്രിക്കാൻ സാധിക്കുന്നതുമായ ക്യൂബിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ടോപ്പോളജിക്കൽ ക്യൂബിറ്റ് എങ്ങനെ വികസിപ്പിച്ചു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നേച്ചർ എന്ന ജേർണലിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അപാരമായ സാധ്യതകൾക്ക് പുറമെ സൈബർ സുരക്ഷാ ഡൊമൈനിലും ഇത് കനത്ത വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ക്വാണ്ടം പവർ അറ്റാക്കുകൾ വഴി ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളെ ഹാക്കർമാർക്ക് ഇരയാക്കാൻ ഇത് ഇടയാക്കും. ക്വാണ്ടം പിന്തുണയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ എൻക്രിപ്ഷൻ മറികടന്ന് സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുകയോ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്യുന്നത് ഐഡന്റിറ്റി തെഫ്റ്റിലേക്കും വഞ്ചനയിലേക്കും നയിക്കുന്നതാണ്. ആശയവിനിമയ ശൃംഖലകളും പവർ ഗ്രിഡുകളും ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സൈബർ ആക്രമണങ്ങളുടെ എളുപ്പ ലക്ഷ്യങ്ങളായി മാറാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയിൽ മെറ്റീരിയൽ സയൻസ്, ക്രിപ്റ്റോഗ്രഫി, AI തുടങ്ങി നിരവധി മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ വക്കിലാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സാങ്കേതിക വിദ്യയുടെ ഭാവിയിലേക്ക് വലിയ സംഭാവന തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നൽകുന്നതും. മയക്കുമരുന്ന് കണ്ടെത്തൽ വേഗത്തിലാക്കുന്നത് മുതൽ വിതരണ ശൃംഖലകളും സാമ്പത്തിക മോഡലിംഗും ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വരെയുള്ള ഇതിന്റെ സാധ്യതകൾ അനന്തമാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് വിശാലമായ സാധ്യതകൾ ഉണ്ടെങ്കിലും അത് ഇപ്പോഴും അതിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. എന്നിരുന്നാലും ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്കപ്പുറം കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഗൂഗിളിന്റെ 53 ക്യൂബിറ്റ് സൈക്കോമോർ പ്രോസസർ ഉൾപ്പെടെ നിരവധി ആവേശകരമായ നാഴികക്കല്ലുകൾ ഇതിനകം തന്നെ കൈവരിച്ചിട്ടുമുണ്ട്. മൈക്രോസോഫ്റ്റ് ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ സൂപ്പർ സിസ്റ്റങ്ങളിലേക്ക് ക്ലൗഡ് അധിഷ്ഠിത ആക്സസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം IBM ഗവേഷകർക്ക് അതിൻ്റെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്കും ക്വാണ്ടം ക്ലൗഡ് പ്ലാറ്റ്ഫോമിലേക്കും വിദൂര ആക്സസും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്ത 5 മുതൽ 15 വർഷത്തിനുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതായി മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പരമ്പരാഗത ക്രിപ്റ്റോഗ്രാഫിക് സ്കീമുകളെ ആക്രമിക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയാണ് സൈബർ സുരക്ഷാ ക്വാണ്ടം ആക്രമണം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടറുകളേക്കാൾ വേഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എൻക്രിപ്ഷൻ സമവാക്യങ്ങൾ പരിഹരിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നതും വലിയ പൂർണ്ണസംഖ്യകളെ ഫാക്ടർ ചെയ്യുന്നതും ഡിസ്ക്രീറ്റ് ലോഗരിതം പ്രശ്നം പരിഹരിക്കുന്നതും ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെടും. ഇവയാണ് RSA, ECC അതായത് എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോളജി പോലുള്ള സാധാരണയായി ഉപയോഗിക്കുന്ന നിരവധി എൻക്രിപ്ഷൻ അൽഗോരിതങ്ങളുടെ അടിസ്ഥാനം. ഒരു വലിയ തോതിലുള്ള വിശ്വസനീയമായ ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്താൽ അത് സൈദ്ധാന്തികമായി ഈ എൻക്രിപ്ഷൻ സ്കീമുകളെ തകർക്കും. ഇത് ഇന്നത്തെ സുരക്ഷിത ആശയവിനിമയത്തിന്റെ ഭൂരിഭാഗവും തടസ്സപ്പെടുത്തലിനും ഡീക്രിപ്ഷനും ഇരയാക്കും. സൈബർ സുരക്ഷാ ക്വാണ്ടം ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന എൻക്രിപ്ഷൻ സമവാക്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയിൽ ഇത് ഗണ്യമായ ഗവേഷണ ശ്രമങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ അപാരമായ സാധ്യതകൾക്ക് പുറമെ സൈബർ സുരക്ഷാ ഡൊമൈനിലും ഇത് കനത്ത വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ക്വാണ്ടം പവർ ആക്രമണങ്ങൾ വഴി ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളെ ഹാക്കർമാർക്ക് ഇരയാക്കാൻ ഇത് ഇടയാക്കും. ക്വാണ്ടം പിന്തുണയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ എൻക്രിപ്ഷൻ മറികടന്ന് സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുകയോ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്യുന്നത് ഐഡന്റിറ്റി മോഷണത്തിലേക്കും വഞ്ചനയിലേക്കുമൊക്കെ നയിച്ചേക്കാം. ആശയവിനിമയ ശൃംഖലകളും പവർ ഗ്രിഡുകളും ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ഈ സൈബർ ആക്രമണങ്ങളുടെ എളുപ്പ ലക്ഷ്യമായി മാറാം.
ഊർജവും സമയവും ലാഭിക്കുന്ന വേഗതയേറിയ പ്രോസസ്സറുകൾ കാരണം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട്. മിക്ക ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതങ്ങളും വേഗതയേറിയ കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം ടെക്നിക്കുകൾ ഉപയോഗിച്ച് തകർക്കപ്പെടുന്നുമുണ്ട്. മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ക്വാണ്ടം ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ഇത് ലോകമെമ്പാടുമുള്ള കമ്പനികളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. സൈബർ സുരക്ഷയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള സംശയം എല്ലാവരിലും കാണാം. എന്നാൽ അതിനുള്ള ചില വഴികളുമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ചലനാത്മക ലോകത്ത് വൈദ്യശാസ്ത്ര ഗവേഷണം, കൃത്രിമ ബുദ്ധി അഥവാ AI, കാലാവസ്ഥാ പ്രവചനം തുടങ്ങി നിരവധി മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വളർന്നുവരുന്ന സാങ്കേതിക വിദ്യയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ സാങ്കേതിക വിദ്യ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന രീതിയെയും ജീവിക്കുന്ന രീതിയെയും ഇതെങ്ങനെ മാറ്റും? വളരാനും അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കാനും ബിസിനസ്സുകൾക്ക് ഇതെങ്ങനെ സ്വീകരിക്കാനാകും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാതലിലേക്ക് കടക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ കമ്പ്യൂട്ടറുകൾ 0 1 ഇൻപുട്ടുകളായി ഉപയോഗിച്ചുകൊണ്ട് ബൈനറി ഡൊമൈനിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നിലവിൽ അവ ഒരു കൂട്ടം ഇൻപുട്ടുകളും ഒരു കണക്കുകൂട്ടലും സ്വീകരിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് അത്തരം സങ്കീർണമായ ഡാറ്റ വളരെ വേഗത്തിൽ തന്നെ വിശകലനം ചെയ്യാൻ സാധിക്കും. അതേസമയം ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഇത് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ അധിക അനുഗ്രഹങ്ങൾ അപകട സാധ്യതകളും സൃഷ്ടിച്ചേക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബിസിനസ്സുകളെ, പ്രത്യേകിച്ചും ധനകാര്യത്തെയും സൈബർ സുരക്ഷയെയും പരിവർത്തനം ചെയ്യുമെന്നാണ് അധികാരികൾ ഉറപ്പു നൽകുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നിലവിലത്ര മുഖ്യധാരയിലില്ലാത്തതിനാലും വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി പൊരുത്തപ്പെടാനും അതിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടാനും ബിസിനസ്സുകളും തയ്യാറാകേണ്ടതുണ്ട്. ബിസിനസ്സുകൾ സൈബർ സുരക്ഷാ തന്ത്രങ്ങളായി ഉപയോഗിക്കുന്ന പരമ്പരാഗത എൻക്രിപ്ഷൻ രീതികളിൽ വലിയ അഭാജ്യ സംഖ്യയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഈ സംഖ്യകൾ തകർക്കാൻ പ്രയാസമാണ്. അതിനാൽ ബിസിനസ് ലോകത്ത് ലംഘനങ്ങൾ ഒഴിവാക്കാനും ക്വാണ്ടം റെസിസ്റ്റ് എൻക്രിപ്ഷൻ അൽഗോരിതങ്ങളും ആവശ്യമാണ്. ഊർജവും സമയവും ലഭിക്കുന്ന വേഗതയേറിയ പ്രോസസ്സറുകൾ കാരണം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് എണ്ണമറ്റ സാധ്യതയുള്ള ആപ്ലിക്കേഷനുകളാണുള്ളത്. മിക്ക ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതങ്ങളും വേഗതയേറിയ കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് തകർക്കപ്പെടുന്നത്. മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ക്വാണ്ടം ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ഇത് ലോകമെമ്പാടുമുള്ള കമ്പനികളെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്യൂബിറ്റുകൾ വേഗതയേറിയ പ്രക്രിയയിലൂടെ ഡിക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമായ ക്യൂബിറ്റുകളുടെ എണ്ണവും വളരെ വലുതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങും താരതമ്യം ചെയ്താൽ ആപ്പിളും ഓറഞ്ചും പോലെയാണ്. ഒന്നിന് നല്ല മധുരമാണെങ്കിൽ മറ്റേതിന് നിരവധി ഗുണങ്ങളാണ്. ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് കഴിയാത്ത എന്ത് നേട്ടമാണ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് കൈവരിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ നിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് എന്ത് വ്യത്യാസമാണുള്ളത്? ക്ലാസിക് കമ്പ്യൂട്ടറിന് കഴിയാത്ത എന്ത് നേട്ടമാണ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് കൈവരിക്കാൻ സാധിക്കുക? സമൂഹത്തിനും ആഗോള ബിസിനസ്സിനും ഈ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഉയർത്തുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ബിറ്റുകൾ അല്ലെങ്കിൽ 0 1 നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ക്ലാസിക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ബൈനറി ഭാഷയാണ്. ഓരോ ക്യാരക്ടേഴ്സും നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നിർവചിക്കാൻ ക്ലാസിക് കമ്പ്യൂട്ടറുകൾ ആസ്കി കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാന പ്രോസസ്സർ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരേ സമയം ഓണും ഓഫുമാകുന്ന കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ചിപ്പിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ഓരോ ട്രാൻസിസ്റ്ററും എത്ര വലുതാണെന്ന് സങ്കല്പിക്കണം. ഒരു ചിപ്പിലെ ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം ഓരോ 18 മാസത്തിലും ഇരട്ടിയാകുമെന്നാണ് മൂറിന്റെ നിയമം പറഞ്ഞത്. ഒരു ട്രാൻസിസ്റ്റർ എത്ര ചെറുതാകാം എന്ന പരിധിയിലേക്ക് നമ്മൾ അടുക്കുകയാണിപ്പോൾ. ട്രാൻസിസ്റ്ററുകൾ ചുരുങ്ങുമ്പോൾ ജംഗ്ഷനുകൾ ചെറുതാക്കും. ജംഗ്ഷൻ വീതി അറ്റോമിക് ലെവലിലേക്ക് അടുക്കും. ഏറ്റവും പുതിയ പ്രോസസ്സറുകളിൽ ഏതാനും 10,000 ആറ്റങ്ങൾ മാത്രം കട്ടിയുള്ള ജംഗ്ഷനുകളുണ്ട്. നമ്മൾ ട്രാൻസിസ്റ്റർ ചുരുക്കുകയാണെങ്കിൽ ക്വാണ്ടം ടണലിംഗ് പോലുള്ള ക്വാണ്ടം ഇഫക്റ്റുകൾ വർദ്ധിക്കും. ട്രാൻസിസ്റ്ററുകളുടെ വലിപ്പം കുറയ്ക്കാൻ കഴിയാത്ത ഒരു ദിവസവും വന്നേക്കാം. ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് അടിസ്ഥാനം ബിറ്റുകളാണ്. അത് വിവരങ്ങൾ സൂക്ഷിക്കുന്നതും വിശകലനവും വിനിമയവും ചെയ്യുന്നതും ബിറ്റുകളായാണ്. 0 1 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു ബിറ്റ്. ഒരേ സമയം രണ്ടുമാകാൻ കഴിയില്ല. മൈക്രോ ചിപ്പ് സർക്യൂട്ടിലെ ഓൺ ഓഫ് ആണ് 1 ഉം 0 എന്ന് നമുക്കറിയാം.
സർക്യൂട്ടിലെ വൈദ്യുത മിടിപ്പുകളാണ് ഓണും ഓഫും. ബൈനറി സംഖ്യകൾ അടിസ്ഥാനമായ ബിറ്റുകളിൽ പ്രവർത്തിക്കുന്നതിനാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രാഥമികമായി ഗണിതശാസ്ത്രത്തിന്റെ സംഭാവനയാണെന്ന് പറയാം. മറ്റു ശാസ്ത്രങ്ങളും സാങ്കേതിക വിദ്യയുമാണ് അതിനെ വളർത്തിയതെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാനം ഭൗതിക ശാസ്ത്രമാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശാഖ ക്വാണ്ടം ഗതികത്തിന്റെ തത്വങ്ങളാണ് അതിനുപയോഗിക്കുന്നത്. അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലെ ഇലക്ട്രോൺ, ഫോട്ടോൺ പോലെ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മ കണികകളായ ക്വാണ്ടം കണികകളാണ് ക്വാണ്ടം ഭൗതികം പഠിക്കുന്നത്. കമ്പ്യൂട്ടിങ്ങിന് ഡിജിറ്റൽ കമ്പ്യൂട്ടറിലെ ബിറ്റിന് പകരം ക്യൂബിറ്റ് എന്ന ക്വാണ്ടം ബിറ്റുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ. ആറ്റമോ സബ് അറ്റോമിക് കണികകളോ ഉപയോഗിച്ച് ക്യൂബിറ്റുകൾ നിർമ്മിക്കാം. അതിനാൽ ഇവ ക്വാണ്ടം മെക്കാനിക്സിലെ നിയമങ്ങളും അനുസരിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കാലാവസ്ഥാ പ്രവചനത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. കാരണം അവയ്ക്ക് അതിവേഗത്തിൽ ഡാറ്റകൾ വിശകലനം ചെയ്യാനും അന്തരീക്ഷ ചലനങ്ങളെ കൂടുതൽ കൃത്യമായി അനുകരിക്കാനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് നിലവിലെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കാത്ത അത്ര വേഗത്തിൽ പ്രവചനങ്ങൾ നൽകാനും തീവ്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വർഷം തോറും ആയിരക്കണക്കിന് മരങ്ങൾക്കും കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്ന ചുഴലിക്കാറ്റുകൾ, അതിശക്തമായ ഉഷ്ണതരംഗങ്ങൾ, ചുഴലിക്കാറ്റുകൾ, മറ്റതിശക്തമായ കാലാവസ്ഥാ സംഭവങ്ങൾ എന്നിവ ഉണ്ടാവാറുണ്ട്. അതിശക്തമായ കാലാവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ മുൻകൂട്ടി പ്രവചിക്കുന്നതും കൂടുതൽ കൃത്യതയോടെയും ലക്ഷ്യസ്ഥാന പ്രദേശങ്ങൾക്ക് ജീവഹാനിയും സ്വത്ത് നാശനഷ്ടവും കുറയ്ക്കുന്നതിന് മികച്ച തയ്യാറെടുപ്പുകൾ നടത്താൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൂടെ സാധിക്കും. വർഷങ്ങളായി പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി സങ്കീർണമായ കമ്പ്യൂട്ടേഷണൽ മോഡലുകൾ വികസിപ്പിക്കുന്നതിൽ വളരെയധികം പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിന് വായുവിന്റെ താപനില, മർദ്ദം, സാന്ദ്രത തുടങ്ങി നിരവധി ഡൈനാമിക് വേരിയബിളുകൾ അടങ്ങിയ വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അവ നിസ്സാരമല്ലാത്ത രീതിയിൽ പ്രതിപ്രവർത്തിക്കും. എന്നിരുന്നാലും സംഖ്യാപരമായ കാലാവസ്ഥയും കാലാവസ്ഥാ പ്രവചനവും വികസിപ്പിക്കുന്നതിൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ പോലും ഉപയോഗിക്കുന്നതിന് പരിമിതികളുമുണ്ട്. കൂടാതെ പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കാലാവസ്ഥ ഡാറ്റ വിശകലനം ചെയ്യുന്ന പ്രക്രിയ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ പര്യാപ്തമല്ലായിരിക്കാം. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ പ്രവചനത്തിന് പോലും മെച്ചപ്പെട്ട പ്രവചനം ഗുണം ചെയ്യും. ഉദാഹരണത്തിന് ഇടിമിന്നലിന്റെ കാര്യമെടുക്കാം. മെച്ചപ്പെട്ട ഡാറ്റ വിശകലനത്തിലൂടെ വളരെ കൃത്യവും വിപുലവുമായ പ്രവചനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയും. കാരണം വൈദ്യുതി തടസ്സങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാനും പ്രാദേശിക സമൂഹത്തിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ പ്രാദേശികമായും ആഗോളമായും കാലാവസ്ഥാ പ്രവചനം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഒരു ചോദ്യമുണ്ട്. കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ ട്രാക്കിങ്ങും പ്രവചനങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് പരമ്പരാഗത സംഖ്യാരീതികൾ മെച്ചപ്പെടുത്താൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് കഴിവുണ്ട്. നിരവധി വേരിയബിൾസ് അടങ്ങിയ വലിയ അളവിലുള്ള ഡാറ്റ കാര്യക്ഷമമായും വേഗത്തിലും കൈകാര്യം ചെയ്യാൻ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് സാധിക്കും. ബൈനറി കോഡുകളെ അടിസ്ഥാനമാക്കി പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്ന ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആവശ്യമായ കണക്കുകൂട്ടലുകളുടെ വ്യാപ്തി വളരുമ്പോൾ. ഇക്കാരണത്താൽ കമ്പ്യൂട്ടേഷണൽ ചിലവ് കുറയ്ക്കുന്നതിന് ഏകദേശങ്ങളെ ആശ്രയിക്കുന്ന മോഡലുകൾ ഉപയോഗിച്ചാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. എന്നിരുന്നാലും ഈ ശേഷിയുടെ മറുവശത്ത് ഈ മോഡലുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര കൃത്യമല്ല എന്നതാണ്. ഏകദേശ കണക്കുകൾ ഉണ്ടെങ്കിലും ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പരമ്പരാഗത കമ്പ്യൂട്ടേഷണൽ ശക്തിയുടെ പരിധിയിലേക്കും അടുക്കുകയാണ്. അപ്പോൾ സങ്കീർണവും എന്നാൽ അടിയന്തരവുമായി ശാസ്ത്രീയ പ്രശ്നങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് തിരിയാൻ സാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ ലോകത്തെ പുനർനിർമ്മിക്കുന്നതിൻ്റെ വക്കിലാണ്. വളരെ വേഗത്തിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും ഒറ്റയടിക്ക് ഒന്നിലധികം കണക്കുകൂട്ടലുകൾ നടത്താനും കഴിയുന്ന കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ഹീറോ പോലെയാണിത്. ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കാലമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.